നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മാനവീയം വീഥി വീണ്ടും ചോരക്കളമായിരിക്കുന്നു. തലസ്ഥാനത്തെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് മാനവീയം. മാനവീയത്തിൽ ആവശ്യമായ സുരക്ഷയൊരുക്കുന്നതിൽ അധികൃതർ പരാജയമാണോ? ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. മറ്റു വാർത്തകളുമുണ്ട്. സ്വാഗതം. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വീണ്ടും സംഘർഷം. ഇന്നലെ രാത്രിയാണ് രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. കഴക്കൂട്ടം സ്വദേശി ധനു കൃഷ്ണന്റെ കഴുത്തിൽ വെട്ടേറ്റു. ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വട്ടിയൂർക്കാവ് സ്വദേശി ഷമീറാണ് ആക്രമണം നടത്തിയത്. ധനു കൃഷ്ണനൊപ്പമുണ്ടായിരുന്ന പെൺ സുഹൃത്തിനെ ഷമീറിനൊപ്പമുണ്ടായിരുന്ന യുവാവ് മോശമായി നോക്കിയതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് സംശയിക്കുന്നതായി മ്യൂസിയം പോലീസ് അറിയിച്ചു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, മാനവീയത്തിലെ നൈറ്റ് ലൈഫ് വളരെ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ചിരുന്നതാണ്. പക്ഷേ അടിക്കടിയായി അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. സുരക്ഷ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ കോൺസെപ്റ്റിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോഴും ഈ അക്രമ സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. ഇന്നലെ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? രണിക, ഈ നൈറ്റ് ലൈഫിന് മാനവീയം വീഥിയിൽ തുടക്കമായതിനു ശേഷം ഏതാണ്ട് 9ഓളം ക്രിമിനൽ കേസുകളാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മാത്രം അടിപിടിയുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷയും പോലീസിൻ്റെ പെട്രോളിങ്ങും ഷാഡോ പോലീസിൻ്റെ സാന്നിധ്യമടക്കം മാനവീയം വീഥിയിൽ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രി ചോര വീഴുന്ന തരത്തിലേക്ക് മാനവീയം വീഥിയിൽ വീണ്ടും സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം. നമുക്കറിയാം, രാത്രി വൈകിയാണ് ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കുഞ്ഞുങ്ങളുമായി ഒക്കെ ഈ കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ മറ്റ് ടെക്കികൾ അടക്കമുള്ളവർ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മാനവീയം വീഥിയിൽ എത്തുന്ന ഒരു പശ്ചാത്തലം കഴിഞ്ഞ ഏറെ നാളായി നിലനിൽക്കുകയാണ്. ഏതാണ്ട് പുലർച്ചെ 3 മണി വരെ വലിയ തരത്തിൽ അത്തരത്തിലുള്ള തിരക്ക് മാനവീയം വീഥിയിൽ അനുഭവപ്പെടാറുമുണ്ട്. ഇന്നലെ രാത്രി ഈ നേരത്തെ രേണുക തന്നെ സൂചിപ്പിച്ച പോലെ കഴക്കൂട്ടം സ്വദേശിയായ ധനു കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി, മറ്റൊരു സുഹൃത്ത്, ഇവർ ഒരുമിച്ച് മാനവീയം വീഥിയിൽ എത്തുന്നു. അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയായ ഷമീറിൻ്റെ മറ്റൊരു സുഹൃത്ത് അഖിലിനൊപ്പം ഉണ്ടായിരുന്ന ഒരു പെൺ സുഹൃത്ത്, ഇവർ രണ്ട് സംഘങ്ങൾ, ഇവർ രണ്ടുപേരും അവിടെ വെച്ച് കാണുന്നു. അതിനിടയിൽ ഈ ധനു കൃഷ്ണൻ്റെ സഹോദരിയെ നോക്കി ഷമീറിനൊപ്പം ഉണ്ടായിരുന്ന ഈ സുഹൃത്ത് എന്തോ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം അവരോട് വാക്കുകളിലൂടെ ഉണ്ടായി, നോട്ടത്തിലൂടെ ഉണ്ടായി. അത് ഷമീറിനൊപ്പം ഉണ്ടായിരുന്ന ഈ സുഹൃത്തിനെ ധനു കൃഷ്ണനൊപ്പം ഉണ്ടായിരുന്നവരും ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യൽ വാക്ക് തർക്കമാകുന്നു. ആ തർക്കം കയ്യേറ്റത്തിലേക്ക് കിടക്കുന്നു. അതിനിടയിൽ ഷമീർ തൻ്റെ കൈവശമുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ഈ ധനു കൃഷ്ണൻ്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടി. രക്തം ചീറ്റുന്ന ഒരു സാഹചര്യം, അവിടെ മുഴുവൻ ഇപ്പോഴും രക്തക്കുറകൾ വീണ് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉടൻ തന്നെ നഗരത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഞരമ്പിനാണ് ഈ വെട്ട് ഏറ്റത്. ഒരു വെയിൻ മുറിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് ആശങ്കാജനകമായ ഒരു ആരോഗ്യസ്ഥിതിയിൽ തന്നെയാണ് ധനു കൃഷ്ണൻ ഇപ്പോഴും ഉള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ധനു കൃഷ്ണനെ വെട്ടി പരിക്കേൽപ്പിച്ച ഷമീറും, ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ കേസുകൾ നിലവിലുണ്ട്. ഒരാളുടെ പേരിൽ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലാണ് കേസുള്ളതെങ്കിൽ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലാണ് ഷമീറിൻ്റെ പേരിൽ 307 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആംസ് ആക്ട് ആയി ബന്ധപ്പെട്ടാണ് ഈ കേസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ മാനവീയം വീഥിയിൽ അർദ്ധരാത്രികളിൽ തങ്ങി കൂടുകയും അവിടെയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ഒരുക്കിയ ഇടമാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം. അവിടെ അങ്ങനെയുള്ളവരാണ് എത്തുന്നത്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക. സംസ്ഥാനത്തെ നൈറ്റ് ലൈഫ് അതിന് കൂടുതൽ പ്രചോദനമാകുന്ന തരത്തിൽ ആയിരുന്നു അത് ഒരുക്കിയിരുന്നത്. അവിടെയാണ് ഈ രീതിയിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആയുധം കരുതി വന്നവരാണല്ലോ ഈ രീതിയിലുള്ള അക്രമം അവിടെ നടത്തുന്നത്. അപ്പോൾ ആയുധവുമായൊക്കെ ആളുകൾ എത്തുന്ന ഇടമായി അത് മാറുന്നു. അവിടെ അത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന ഭയപ്പെടുത്തുന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുന്നതിൽ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വാക്കുതർക്കം തുടങ്ങുമ്പോൾ തന്നെ പോലീസ് ഇടപെടുകയൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ നിലയിലേക്കൊക്കെ എത്തുന്നത് ഒഴിവാക്കാമായിരുന്നല്ലോ. അങ്ങനെ ഒരു വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ടോ?
രേണുക, നമുക്ക് കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ മാനവീയം വീതിയിൽ പ്രത്യേകിച്ച് ഈ സാംസ്കാരിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ഒക്കെ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം മാനവീയം വീതി കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഈ സാംസ്കാരിക പരിപാടികൾ വരുമ്പോൾ ഉണ്ടാകാറുണ്ട്, അവിടെ കലാപരിപാടികൾ നടക്കാറുണ്ട്. പക്ഷേ അതിനിടയിലേക്ക് ഈ അക്രമ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഗുണ്ടകളായിട്ടുള്ള ആളുകളൊക്കെ നുഴഞ്ഞു കയറുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അവിടെ ഒരു രഹസ്യ താവളമാക്കി അവിടെ വെച്ച് ഈ മയക്കുമരുന്ന് കൈമാറുന്ന തരത്തിലുള്ള വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനെതിരെ വലിയ തരത്തിലുള്ള പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. താൽക്കാലികമായിട്ടെങ്കിലും ഈ മയക്കുമരുന്ന് ഉപയോഗത്തിന് മാനവീയം വീതിയിൽ ഈ പരിശോധനകൾ തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നതിനാൽ കുറവ് വന്നായിരുന്നു. പക്ഷേ നിലവിൽ അവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം, ഇന്ന് രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥന് നാളെ രാവിലെ 8 മണി വരെയാണ് അവിടെ ഡ്യൂട്ടി സമയം, അതായത് 24 മണിക്കൂർ. ആ 24 മണിക്കൂറിൽ തന്നെ വൈകുന്നേരം 6 മണി വരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ക്രമസമാധാന ചുമതലയിൽ ഉൾപ്പെട്ട ജോലികളിൽ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യാപൃതനാകണം. വൈകുന്നേരം 6 മണിക്ക് ശേഷം തിരികെ ഈ മാനവീയം വീതിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലെത്തി പുലർച്ചെ 8 മണി വരെ ജോലി ചെയ്യുന്ന തരത്തിലാണ് ഇവരുടെ ജോലിക്രമം. നമുക്കറിയാം, വലിയ തരത്തിൽ ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലമാണ് മാനവീയം വീതി. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് കുട്ടികളും യുവതികളും ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആളുകൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നതിന് വേണ്ടി മാനവീയ വീതിയിലേക്ക് എത്തുന്നത് രാത്രിയിലാണ്. പുലർച്ചെ 3 മണി വരെ ആ തിരക്ക് തുടരുകയും ചെയ്യും. അവരെ നിയന്ത്രിക്കാൻ കേവലം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. മാത്രവുമല്ല, ഈ രാവിലെ മുതൽ ഈ കഠിനമായ ചൂടിൽ ജോലി ചെയ്യുന്നതിൻ്റെ ക്ഷീണത്തിനിടയിലാണ് വൈകിട്ട് അവർ ഡ്യൂട്ടിക്കായി മാനവീയം വീതിയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി ഏതാണ്ട് 200 മീറ്റർ നീളമുള്ള സ്ട്രെച്ചാണ്. അതിൽ ഈ മാനവീയ വീതി തുടങ്ങുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ എയ്ഡ് പോസ്റ്റ് ഉള്ളത്. അവിടെ മറ്റേ വശത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം, ഇന്നലെ ഈ പ്രശ്നം ഉണ്ടായത് മറുവശത്താണ്, അതായത് 200 മീറ്റർ അപ്പുറത്താണ്. ഇവിടെ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടി അവിടേക്ക് എത്തുമ്പോഴേക്ക് സംഘർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മാത്രവുമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലല്ല അവിടെ ഉടലെടുക്കുന്ന സംഘർഷങ്ങൾ. കാരണം ഗാങ്ങായി എത്തി, കൂട്ടമായി എത്തി, പരസ്പരം വാക്പോരുകൾ നടത്തുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇതിന് മുമ്പും ഉണ്ടായിട്ടുള്ളത്. അവിടെ ഈ സുരക്ഷയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വരെ ആക്രമിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൃത്യമായി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഡാൻ, ഇവിടെ ഈ സംഭവങ്ങൾ ഇത് ആദ്യത്തെ സംഭവമല്ല, നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുരക്ഷ ഉറപ്പാക്കും എന്ന വാഗ്ദാനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിത ശൈലി വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്, ജീവിതക്രമം മാറിയിട്ടുണ്ട്. തലസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ ടെക്കികൾ ഒക്കെ അധിവസിക്കുന്ന ഇടമാണ്. അപ്പോൾ അവർ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടും നൈറ്റ് ലൈഫുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. അത്തരം ചിന്താഗതിയിൽ തന്നെയാണ് ഈ മാനവീയം വീഥി ഈ രീതിയിൽ രൂപപ്പെടുന്നതും. പക്ഷേ സുരക്ഷ ഉറപ്പാക്കാനാകുന്നില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇനി മറ്റാർക്കായാലും തന്നെ സുരക്ഷിതമായ ഒരു ഇടമായി അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അവിടെ ലഹരി മാഫിയകൾ അവരുടെ ഇടമാക്കി അത് മാറ്റുന്നു. തലസ്ഥാന നഗരിയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ അധികൃതർ ഇതിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? കണ്ണടച്ചിരിക്കുകയാണോ? എല്ലാവരും രാത്രിയാകുമ്പോൾ വീട്ടിനകത്ത് കയറിക്കോ, സുരക്ഷ ആവശ്യമുള്ളവർ കയറിക്കോ എന്നൊരു സമീപനമാണോ അവർക്ക് ഈ കാര്യങ്ങളിലുള്ളത്? സ്വാഭാവികമായി അവിടെ പോലീസിൻ്റെ ഫിസിക്കൽ പ്രസൻസ്, അതായത് അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വനിതകൾ കൂടുതലായി അവിടേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് രഹസ്യമായി ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. കാരണം ഈ രാത്രി കാലങ്ങളിൽ ഈ ഉന്നത വിദ്യാഭ്യാസം നേടി അല്ലെങ്കിൽ ഇവിടെ മറ്റ് ഈ പ്രൊഫഷണൽ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട കോച്ചിങ്ങിനൊക്കെ ആയിട്ട് കോട്ടയം, എറണാകുളം, അതോടൊപ്പം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് വലിയ തരത്തിൽ ഇവിടേക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തുന്ന യുവതികളാണ്, വിദ്യാർത്ഥിനികളാണ്, പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് കൂടുതലായും രാത്രികാലങ്ങളിൽ ഈ മാനവീയം വീതിയിൽ എത്തുന്നതെന്നാണ് അവരുടെ പരിശോധനകൾ. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സഹപ്രവർത്തകൻ അതുൽ, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതുൽ, സ്ഥിരമായി അവിടെ പോകാറുള്ള വ്യക്തിയാണ്. ഇന്നലെയും അതുൽ അവിടെ ഉണ്ടായിരുന്നു, ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അതുൽ, കേൾക്കാമോ എന്നെ? എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്? ഇവിടെ നമുക്കറിയാം, അടിക്കടി അവിടെ ഇത്തരം അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന ഇടമാണ്. ഇന്നലെ രണ്ടുപേരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ആക്രമിക്കപ്പെട്ടയാളും അക്രമിയും ഒക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നോ, സ്ത്രീകളും കുട്ടികളും ഒക്കെ? ഈ സംഭവം നടക്കുമ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്നലെ മാത്രമല്ല, സ്ഥിരമായി മാനവീയം വീതിയിൽ ഒരുപാട് ആളുകൾ, ഫാമിലി ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്ന ഇതൊരു സാംസ്കാരിക വേദി കൂടിയാണ് മാനവീയം വീതി.
എല്ലാവർക്കും അവരുടെ എന്റർടൈൻമെന്റുമായിട്ടും അതോടൊപ്പം തന്നെ അവിടെ പാട്ടും കലാരൂപങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സ്പേസാണ് മാനവീയ വീഥി. അതിനെ മറ്റൊരു രീതിയിലേക്ക് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇതേപോലെ മാഫിയകൾ ശ്രമിക്കുന്നത്. അല്ല, ഒന്നാമത്തെ കാര്യം ഇവിടെ ആദ്യമായിട്ടുള്ള നൈറ്റ് ലൈഫ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടുള്ള ഇതേപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. പലതും പുറം ലോകം അറിയുന്നില്ല. പക്ഷെ അവിടെ വന്നു ചേരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് സൗഹൃദം അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വന്നു ചേരുന്ന ആളുകൾക്കും കൂടി ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അതിൽ സ്ഥിരമായി പോകുന്ന ആളാണല്ലോ. ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് ഈ അവിടെ എത്തുന്നതിൽ നിന്ന് സ്ത്രീകളെയും മറ്റുള്ളവരെയും ഒക്കെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കുറവ് ആദ്യം ഈ മാനവീയം വീഥിയിൽ നൈറ്റ് ലൈഫ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, മാനവീയത്തിന്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ നിലവിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ചെറുതും വലുതുമായിട്ട് ഉണ്ടാവുമെങ്കിൽ പോലും അത് ആ ഒരു സമയത്തേക്ക് മാത്രമാണ് നിൽക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു സംസാരമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ഇപ്പൊ ഇന്നലെയും ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം അവിടെ ഇപ്പൊ ആ വിഷയം നടന്നതോ കുത്തി ഇവര് മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പെൺകുട്ടി 2 പയ്യന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരു പയ്യൻ ഓടി രക്ഷപ്പെട്ടു. ബാക്കി 2 പേരെയും അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓടിച്ചിട്ട് പിടിച്ചാണ് പോലീസിനെ ഏൽപ്പിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നവരാണല്ലോ സാധാരണ അവിടെ ഉള്ളവർ. അവർക്ക് ഒരു സുരക്ഷാ പ്രശ്നമായി ഇത് മാറുന്നില്ലേ? അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ലഹരി മാഫിയ അവരുടെ ഒരു ഇടമാക്കി ഇതിനെ മാറ്റുന്നു. അവരുടെ കച്ചവട താല്പര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സുരക്ഷിതമായ അതിനുള്ള ഒരു ഇടമാക്കി അവർ അതിനെ മാറ്റുന്നു. മറ്റ് ഇതുപോലെയുള്ള മാരകായുധങ്ങൾ ഉൾപ്പെടെ ആയിട്ട് ഒരു സംഘം അവിടെ എത്തുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ തടയിടാം? കൂടുതൽ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം? ഇപ്പോൾ ആളുകളെയൊക്കെ പരിശോധിച്ച് അവിടേക്ക് കടത്തിവിടുക, അതൊക്കെ സാധ്യമാണോ? അതുള്ള എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? നിലവില് ഞാൻ അവിടെ മാനവീയത്തെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ എന്റെ ഒഴിവു സമയങ്ങളിൽ ചെലവഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ അവിടെ ആളുകളെ കയറ്റുന്നതിൽ ഒരു ബോഡി ചെക്കപ്പ് രീതിയിൽ കയറ്റുന്നതിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ ഫുൾ CCTV സർവൈലൻസ് ഉണ്ട്. എന്ത് പ്രശ്നം നടന്നാലും അവിടെ ഫുൾ കൺട്രോൾ റൂം ഉണ്ട്, 8 പോസ്റ്റ് ഉണ്ട്. അവര് 24/7 അവരത് വാച്ച് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിഷയങ്ങൾ നടന്നാൽ ഇന്നലെ പോലീസ് സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത് 24 മണിക്കൂറൊക്കെ ഒരു പോലീസുകാരന് ചുമതല കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. മതിയായ സുരക്ഷയല്ല അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന നിലയിലാണ്. അതുലിന്റെ ഒരു അനുഭവം എന്താണ്? ഇന്നലത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു? അവിടെ നിലവില് ഈ മാനവീയത്തിന്റെ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ ഫുൾ ആളുകളാണ്. അപ്പൊ 8 പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വഴുതക്കാടേക്ക് പോകുന്ന ആ സൈഡിലാണ് 8 പോസ്റ്റ് ഉള്ളത്. അവിടെയാണ് CCTV സർവൈലൻസ് അവര് നോക്കി ഇരിക്കുന്ന ആ റൂം ഉള്ളത്. അപ്പോ അവിടെ ആളുകൾ ഉണ്ടാവും. ഇല്ല എങ്കിൽ പിങ്ക് പോലീസിന്റെ ഒരു വണ്ടിയാണ് അവിടെ സാധാരണ വരാറുള്ളത്. വുമൻസ് പോലീസ് ആയിട്ട് ആകെ ഒരു പിങ്ക് പോലീസിന്റെ ഒരു പെട്രോൾ വണ്ടി മാത്രമാണ് അവിടെ വരിക. അത് അവർക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവുക ചെയ്യുക. നിലവില് അവിടെ പോലീസുകാർ ഉണ്ടാവാറുണ്ട്. പക്ഷെ പലപ്പോഴും അവർക്ക് എല്ലായിടത്തേക്കും എത്തിച്ചേരുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. കാരണം കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ത്രീകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കാരണം അവിടെ ഇന്നലെ കൂടുതലും ബർത്ത്ഡേ പാർട്ടികൾ 12 മണിക്ക് ശേഷമാണ് പല ആളുകളും അവരുടെ ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കിടയിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. മാത്രമല്ല വീക്കെൻഡ് ആണ്, വിഷുവിന്റെ അവധിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകൾ എത്തുന്ന ഇടമാണ്. അതിൽ മറ്റ് നമ്മുടെ നഗരവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ കടകളൊക്കെ പൂർണ്ണമായും ഒഴിയും. തലസ്ഥാന നഗരമാണ്, ഇത്രയധികം വികസനം എന്നൊക്കെ പറയുമ്പോൾ പോലും 10 മണി കഴിയുമ്പോൾ മിക്ക കടകളും ഒക്കെ അടയ്ക്കുന്ന സാഹചര്യം. ലുലു മോൾ മാത്രമൊക്കെയാണ് ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ലൈഫ് ചെലവഴിക്കണം എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ ഉള്ള ഏക ആശ്രയം മാനവീയം വീഥി മാത്രമാണ്. പക്ഷേ അവിടെ ഇത്തരം പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു. അത് ഈ കോൺസെപ്റ്റിന് തന്നെ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ തടസ്സമായി നിലനിൽക്കുകയാണ്. അതായത് നൈറ്റ് ലൈഫ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നത്. കാരണം നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് പകലും എങ്ങനെയാണോ നമ്മൾ നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് രാത്രിയും നിൽക്കാം എന്നുള്ളതാണ് ഇതിന്റെ തീം. അല്ലാതെ രാത്രിയിൽ മാത്രം അവിടെ ഒരുപാട് കടകളും കാര്യങ്ങളുമായിട്ടൊക്കെ പോവുക അല്ലെങ്കിൽ നിൽക്കുക എന്നുള്ളതല്ല നൈറ്റ് ലൈഫ്. അപ്പൊ പറഞ്ഞോളൂ. നൈറ്റ് ലൈഫ് എന്നുള്ളതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. നമുക്ക് നിലവില് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പോ ഈ മാനവീയം വീഥി അല്ലെങ്കിൽ ശാസ്ത്രമംഗലം ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി ആളുകൾ കൂടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് KSRTC ബസ് സ്റ്റാൻഡ്
റെയിൽവേ സ്റ്റേഷൻ ഭാഗം എന്നിടങ്ങളാണ്. അപ്പൊ ഇവിടെയും എല്ലായിടത്തും പോലീസ് പെട്രോളിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇതിനുപരിയായിട്ട് ബാക്കിയുള്ള ക്രിമിനൽ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെയും വരുന്നത്. ശരി, ഞങ്ങളുടെ സഹപ്രവർത്തകൻ കൂടിയായ അതുലാണ്, സ്ഥിരമായി മാനവീയ വീഥിയിൽ പോകുന്ന അതുലാണ്. ഇന്നലെയും ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതുൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പങ്കുവെച്ചത്. തിരികെ ഡാനിലേക്ക് പോയാൽ, ഡാൻ, ഇവിടെ ഇപ്പോൾ ഈ നൈറ്റ് ലൈഫിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മൾ തലസ്ഥാന നഗരിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ സ്ത്രീകൾക്കെതിരായ അക്രമം ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ സെക്രട്ടേറിയറ്റിന് ഏതാണ്ട് 1-2 കിലോമീറ്റർ പരിധിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പകൽ നടന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. പുലർച്ചെയാണ് ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടായത്. അവർ നേരിട്ട് വന്ന് പരാതിപ്പെടുന്നു. അതൊക്കെ വലിയ വിവാദവും ചർച്ചയുമായതാണ്. തലസ്ഥാനത്ത് പകലായാലും രാത്രിയായാലും ഈ ലഹരി മാഫിയ അക്രമി സംഘങ്ങളൊക്കെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൂടിയല്ലേ ഇത് വിരൽ ചൂണ്ടുന്നത്? എനിക്ക് ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ കൂടി പ്രശ്നമാണ്. കാരണം രാത്രി 9 മണിക്ക് ശേഷം അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകൾ അവർ പുരോഗമനവാദികളാണ്, അവരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം, കുഴപ്പമില്ല എന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി, അങ്ങനെ ഒരു മുൻവിധി കൂടി എവിടെയോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായി പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഈ പ്രതികളാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ആരോപണ വിധേയരാക്കപ്പെടുന്നവർ ഈ പഴി ചാരുന്നത് ഈ ആരെയാണോ ആക്രമിക്കാൻ ശ്രമിച്ചത് ആ സ്ത്രീകളെ കൂടി വെച്ചുകൊണ്ടാണ്. അവരെന്തിനാണ് ആ സമയത്ത് അവിടെ വന്നത്? ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന തരത്തിലൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ചോദ്യം ചെയ്യലിലൊക്കെ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവിടെ ഈ പരിശോധനയുടെ ഭാഗമായി തുടർച്ച എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അവിടെ ഈ പോലീസിൻ്റെ പരിശോധനകൾ, CCTV സർവൈലൻസ്, അതൊക്കെ ഒരു വശത്ത് നമ്മൾ കൃത്യമായി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ എന്താണ്, അതായത് നേരത്തെ അതിന് സൂചിപ്പിച്ച പോലെ നൈറ്റ് ലൈഫിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ അവബോധം നമ്മുടെ പൊതുസമൂഹത്തിന് അത് കൃത്യമായി അത് എത്തിച്ചു കൊടുക്കുന്നതിൽ എവിടെയും ഒരു പരിമിതി സംഭവിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആ ഒരു അവബോധം കൃത്യമായി കൊടുക്കുന്നിടത്ത് നിന്ന് മാത്രമേ ഈ ഒരു കാഴ്ചപ്പാടിൽ, ആൾക്കാരുടെ ഈ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായിട്ടുള്ളൂ. അതോടൊപ്പം തന്നെയാണ് അവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ലഹരി സംഘങ്ങളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അത് ഒരു പക്ഷേ പോലീസ് പരിശോധിച്ച് കണ്ടെത്തുന്നതിനേക്കാൾ അധികമായി ദിവസവും അവിടെ സന്ദർശനം നടത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ കലാവിരുന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുന്ന കലാകാരന്മാരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവിടെ കലാകാരന്മാരല്ലാതെ ആ വേദി ചൂഷണം ചെയ്യാൻ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ കാണും. അവർ ആ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകത്തുള്ളൂ എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഈ നഗരം വലിയ നഗരമാണ്. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ മാനവീയം വീഥിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമൊക്കെയാണ്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പോലീസ് സംഘം ഈ വിന്യസിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് മാത്രമായി പരിശോധനകൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പ്രായോഗികമായ ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ തന്നെ അടിയന്തരമായി അത് പോലീസിന് വിവരം കൈമാറാനുള്ള അത്തരമൊരു നടപടി കൂടി പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് അവിടെ എത്തുന്ന കലാകാരന്മാരുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി കൂടി ഉണ്ടായാൽ മാത്രമേ ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയത്തുള്ളൂ എന്നാണ് പോലീസ് പങ്കുവെക്കുന്നത്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വാഹനത്തിലെത്തി അവിടെ കൂടി പെട്രോളിംഗ് നടത്തി മടങ്ങുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി അവിടെ നിലയുറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടി ഉറപ്പുവരുത്തുന്ന ഒരു പശ്ചാത്തലം മാനവീയ വീഥിയിൽ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയത്തുള്ളൂ എന്നാണ് നിലവിൽ ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് രഹസ്യമായി ഓഫ് റെക്കോർഡിൽ അവർ നമ്മളോട് പങ്കുവെക്കുന്ന കാര്യങ്ങളും. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാത്രി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. രാത്രി പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി എത്താനും സമയം ചെലവഴിക്കാനും ഉള്ള സാഹചര്യം തന്നെ ഒരുങ്ങണം. അതാർക്കായാലും സുരക്ഷിതമാണ് ആ ഇടം എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ നിലയിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതാണ്. ഇത്തരം അക്രമി ലഹരി സംഘങ്ങളുടെ പിടിയിൽപ്പെടേണ്ട ഇടമല്ല ഈ നഗരങ്ങൾ അല്ലെങ്കിൽ ഏതൊരു സ്ഥലമായാലും. ആ രീതിയിൽ എല്ലാവർക്കും സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി അതിജീവിത. ഹാഷ് വാല്യൂ മാറിയതിലൂടെ സ്വകാര്യത കോടതിയിൽ പോലും നിഷേധിക്കപ്പെട്ടു. കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്.
സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പിൽ പറയുന്നു. ഡാനിപ്പോളുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനിപ്പോൾ, നിയമപരമായ നടപടികൾ തുടരുമ്പോൾ പോലും പരസ്യമായി അതിന് സമൂഹ മാധ്യമങ്ങളിലൂടെയോ പരസ്യമായി മാധ്യമങ്ങളിലൂടെയോ ഒക്കെ പ്രതികരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ അവർ അത് സമൂഹ മാധ്യമത്തിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. അതും അതിരൂക്ഷമായ വിമർശനമാണ്. കോടതിയിൽ പോലും മുറിവേറ്റവർക്ക് അവരുടെ സ്വകാര്യതയ്ക്ക് സംരക്ഷണം കിട്ടുന്നില്ല എന്നൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം? രേണുക, അതിജീവിത അവരുടെ നിലവിലുള്ള ഒരു രോഷപ്രകടനം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ വാക്കുകളെല്ലാം തന്നെ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം അവർ ഇതിൽ വല്ലാതെ ദുഃഖിതയായിരിക്കുന്നത്, അതിൽ നിന്നുണ്ടായ ഒരു ആത്മരോഷം തന്നെയാണ് ഈ അവരുടെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലെല്ലാം തന്നെ പ്രകടമാകുന്നത്. ഒപ്പം ഇരയ്ക്കൊപ്പം നിന്ന് കരുത്തിൻ്റെ കോട്ട കെട്ടേണ്ട കോടതിയിൽ നിന്ന് പോലും തനിക്ക് ഒരു സംരക്ഷണമില്ലാതായിരിക്കുന്നു എന്നതെല്ലാം അവർ പറയുകയും ചെയ്യുന്നു. ഇതിൽ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട മൗലിക അവകാശമാണ് അവൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത്. ആ സ്വകാര്യത ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്നതാണ്, രാജ്യം ഉറപ്പ് നൽകുന്നതാണ്. അത് കോടതിയിൽ നിന്ന് പോലും അവർക്കത് ലഭിച്ചില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ആശ്രയം നൽകേണ്ട ഒരു കോടതിയിൽ നിന്ന് പോലും അത്തരം ഒരു കാര്യത്തിന് അവർക്ക് ഉറപ്പ് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കും. താൻ മുറിവേറ്റിരിക്കുന്നു, തനിക്ക് മുറിവേൽക്കുമ്പോൾ തന്നെ മുറിവേൽപ്പിച്ചവർ തന്നെയാണ് അതിൽ സന്തോഷിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തന്നൊരു ഇരയാണ് എങ്കിലും അവർ ആ കുറിപ്പിൻ്റെ അവസാനം പറയുന്നത് നീതിബോധമുള്ള ന്യായാധിപന്മാർ അവസാനിച്ചിട്ടില്ല എന്ന പ്രത്യാശയോടെ തന്നെ ഒടുവിൽ എല്ലാവരും തന്നെ ആശ്രയിക്കുന്ന കോടതികളിൽ വീണ്ടും താൻ വിശ്വസിക്കുന്നു എന്നവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവർ കുറിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലെല്ലാം തന്നെ ഓരോ വരിയിലും വ്യക്തമാകുന്നത് ഈ കോടതിയിൽ നിന്ന് ഈ വന്നിരിക്കുന്ന ഈ ഹാഷ് വാല്യൂ, ഈ മെമ്മറി കാർഡിൻ്റെ പരിശോധനകളടക്കം സംബന്ധിയായ കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം സംബന്ധിയായ കാര്യങ്ങൾ, താൻ ഉന്നയിച്ച സംശയങ്ങൾ അത് ശരിയാണ് എന്ന് വെളിവാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ താൻ എവിടെയാണ് താൻ ആശങ്കപ്പെട്ടത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കോടതിയിൽ നിന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന വലിയ ആശങ്കയുടെ ചോദ്യങ്ങൾ തന്നെയാണ് അവർ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഉയർത്തിയിരിക്കുന്നത്. രേണുക, തീർച്ചയായും ഡാനി, ഇതിൽ ജഡ്ജിക്കെതിരായ സംശയങ്ങൾ നേരത്തെ തന്നെ അതിജീവിത ഉയർത്തിയതാണ്. ഇപ്പോഴും കോടതിയിൽ വെച്ച് പോലും തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ആശങ്ക രേഖപ്പെടുത്തുന്നു. അപ്പോൾ പോലും നിയമ സംവിധാനത്തിൽ ഈ ന്യായാധിപന്മാരിൽ ഉള്ള വിശ്വാസം ഒരു ഭാഗത്തുണ്ട് എന്നത് സൂചിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. നേരത്തെ ഉയർത്തിയ വാദങ്ങൾ, ആ രീതിയിലുള്ള പോരാട്ടം അതിൽ തുടർന്നും നിൽക്കുമെന്ന സൂചന തന്നെയാണോ അതിജീവിത നൽകുന്നത്? നമുക്കറിയാം, സഹപ്രവർത്തകരെ രക്ഷിക്കാനുള്ളതാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിയമ പോരാട്ടം തുടരുമെന്ന സൂചന തന്നെയാണോ ഈ കുറിപ്പിലുമുള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തൻ്റെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നാളെ ഇങ്ങോട്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഈ കാലം അത്രയും ഇന്നലെ വരെയും അവർ കോടതിയിലടക്കം അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സധൈര്യം തന്നെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പലപ്പോഴും പല തിരിച്ചടികൾ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും അവർ തൻ്റെ പോരാട്ടത്തിൻ്റെ നിലപാടിൽ ഒരു അണുവിട വിട്ടുവീഴ്ച വരുത്താതെ തന്നെ മുന്നോട്ട് പോയതാണ്. ഇതിൽ കോടതിയിൽ നിന്ന് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം, ഒരു വസ്തുതാപരമായ ഒരു അന്വേഷണം നടത്തണം. പ്രത്യേകിച്ച് ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യങ്ങളിൽ ഇത് ദൃശ്യങ്ങൾ ചോർന്നുവെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തനിക്ക് നീതി കിട്ടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിൽ പുറത്ത് കോടതിക്ക് പുറത്തേക്ക് പോലും ഈ തെളിവായി സമർപ്പിക്കപ്പെട്ട ഈ മെമ്മറി കാർഡ് പോലും കോടതിക്ക് പുറത്തേക്ക് പോയെന്നൊരു സംശയം അവർ ഉന്നയിക്കുകയും തന്നെ ചെയ്യുന്നു. ഇതിൽ ആരാണ് പരിശോധിച്ചതെന്ന് കണ്ടെത്തണം എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് സംബന്ധിച്ചാണ് വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയോട് ആവശ്യപ്പെടുകയും ചെയ്ത് അവർ അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിനെയും അവർ അതിൻ്റെ സാങ്കത്യത്തെ പോലും ചോദ്യം ചെയ്തിരുന്നു. കാരണം അതിൽ പ്രധാനമായിട്ടും ഇത് പരിശോധിച്ചു എന്ന് പറയപ്പെടുന്ന രണ്ട് ജുഡീഷ്യൽ ഓഫീസർമാർ കോടതിയിൽ ഉള്ള ഈ ഉദ്യോഗസ്ഥരാണ്. ഈ ജഡ്ജിയുടെ ചേംബറിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഒരാൾ ശിരസ്തരാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ആ കാര്യങ്ങൾ അതേപോലെ തന്നെ വിശ്വസിക്കുക മാത്രമാണ് ഈ റിപ്പോർട്ടിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് വേണ്ടിയുള്ള ഒരു നടപടി എന്താണ്? ഇത്തരം ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, ഒരു വലിയ
പ്രമാദമായ കേസിൽ, കേരളം വളരെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന കേസിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായിട്ട് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവർ അതേറ്റ പറയുകയും ചെയ്യുമ്പോൾ പോലും എന്തുകൊണ്ട് അവർക്ക് എതിരായൊരു നടപടി ശുപാർശ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വലിയ ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ഇത് ആ ഓഫീസിൽ തന്നെയുള്ള ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു റിപ്പോർട്ടായിട്ട് മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ എന്ന് അതിജീവിത പറയുന്നു. അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം, ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ തൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല. എന്താണ് തൻ്റെ ചോദ്യങ്ങൾ, എന്താണ് തൻ്റെ സംശയങ്ങളെന്ന് ഒരിക്കൽ പോലും ആരാഞ്ഞിരുന്നില്ല. മറിച്ച് ഇത് വളരെ രഹസ്യമായ ഒരു അന്വേഷണമായി നീണ്ടുപോവുകയും അത് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ടിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ വ്യക്തമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ പോലും ഇതിൽ എന്ത് നടപടി എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല. എന്താണ് ഈ ജീവനക്കാരുടെ മൊഴി എന്നതിനെ സംബന്ധിച്ച് തൻ്റെ പകർപ്പ് തനിക്ക് ലഭിച്ചിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ട അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ റിപ്പോർട്ട് റദ്ദാക്കി IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടത്തുകയാണ് ഉചിതമെന്ന് അവർ പറയുന്നു. എങ്കിൽ മാത്രമേ തൻ്റെ ഉന്നയിച്ച സംശയങ്ങൾക്ക് അതിൽ ദൂരീകരിക്കപ്പെടുകയുള്ളൂ എന്ന് അവർ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് ഈ ഉപഹർജി വന്നിരിക്കുന്നത്. കോടതി ഇവർക്ക് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങളുണ്ടായ ആദ്യ നടപടി എന്ന രീതിയിൽ ഈ റിപ്പോർട്ട് അവർക്ക് കൈമാറണമെന്ന് പറഞ്ഞിരുന്നു. ഈ കൈമാറ്റത്തെ പോലും ഒരു ഘട്ടത്തിൽ എതിർക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം ഈ മൊഴിയുടെ പകർപ്പ്, ഈ കോടതി ജീവനക്കാർ നൽകിയ മൊഴിയുടെ പകർപ്പ് അവർക്ക് നൽകണമെന്ന് പറഞ്ഞിരുന്നു. അതിനെയും എതിർത്തപ്പോൾ ഹൈക്കോടതി അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ട്. അത് ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്, മൊഴി പകർപ്പടക്കം കൊടുക്കേണ്ടത് തന്നെയാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് ഈ റിപ്പോർട്ട് ലഭിച്ച അത് വായിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്ന് നടിയുടെ കുറിപ്പ് വരുന്നത്. ഇതിനകം തന്നെ പലരും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ പലരും അവരുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കോടതിയുടെ നടപടി, കോടതിയിൽ നിന്ന് അവർക്ക് നീതി ലഭിച്ചില്ല എന്നൊരു ധ്വനി അതിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. നിലവിൽ അവർ പരമായി സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ അടക്കം പുറത്തേക്ക് അത് വെറുതെ കാണുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. ഈ എന്താണ് മെമ്മറി കാർഡ് പരിശോധിക്കാൻ ഈ മറ്റു ജീവനക്കാർ ഈ തിടുക്കം കാണിക്കുന്നത്, എന്ത് ആവശ്യത്തിന് അവർ ഇത് കണ്ടു, ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നതടക്കം. അതിൽ ഒരു ജീവനക്കാരൻ നൽകിയിരിക്കുന്ന മൊഴി അത് അയാളുടെ ഫോണിലിട്ട് ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നതാണ്. പിന്നീട് ആ ഫോൺ കൈമോശം വന്നുപോയി എന്നതടക്കം അയാളുടെ മൊഴിയിൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമാണോ എന്ന് പരിശോധിക്കാൻ പോലും ആരും തുനിഞ്ഞില്ല എന്ന ദുഃഖവും അവരുടെ വാക്കുകളിൽ ഉണ്ട്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിജീവിതയ്ക്ക് കോടതിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്. കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടുന്നില്ല എന്ന തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ അത് ചൂണ്ടിക്കാട്ടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. പ്രതിനിധിയായി ജില്ലാ തൃശൂർ പൂരത്തിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് പ്രതിസന്ധിയിലേക്കോ? ആനകളുടെ 50 മീറ്റർ അകലത്തിൽ ആളുകൾ നിൽക്കണമെന്നത് ഉൾപ്പെടെയുള്ള ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലറിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. സർക്കുലറിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ആനയുടമകളും രംഗത്തെത്തി. ആശങ്ക എല്ലാം തീർന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ റവന്യൂ മന്ത്രി നമ്മളോടിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും സർക്കാരിന്റെ കയ്യിൽ നിന്നുണ്ടാവും. അപ്പോൾ ഒന്നുകൊണ്ടും ആശങ്കിക്കേണ്ട എന്ന് ഉറപ്പ് നൽകിയതിനടുത്ത് നമ്മളെല്ലാവരും വളരെയധികം ആശ്വാസത്തിലാണ്. ഇടയുന്ന ആനയെ ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിച്ച് പിടിക്കരുതെന്ന നിബന്ധന അംഗീകരിക്കാനാകില്ലെന്നും സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്നും ആനയുടമകൾ പ്രതികരിച്ചിരുന്നു. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ആനകളെ അതിന് മുമ്പിൽ നമുക്കറിയാം ഈ തീവെട്ടി ഉപയോഗിക്കുന്നത് ആ ഉത്സവ ആഘോഷങ്ങളുടെ ശോഭയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ തീവെട്ടി ഉപയോഗിക്കുന്നതും വാദ്യമേളങ്ങളുമൊക്കെ ആനകളുടെ 50 മീറ്റർ ദൂരത്തിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് പുതിയ സർക്കുലർ പറയുന്നത്. പലപ്പോഴും എഴുന്നള്ളിപ്പ് നടത്തുമ്പോൾ ഈ 50 മീറ്റർ പാലിക്കണമെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടിന് വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഈ ഉത്സവമേളങ്ങൾ നടക്കേണ്ടതുള്ളത്. വീണ്ടും ഒരു ആന എഴുന്നള്ളിപ്പിനിടയിൽ ഇടഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഞങ്ങളതിന് ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിച്ച് പിടിക്കാറുണ്ട്. എന്നാൽ ഈ ക്യാപ്ചർ ബെൽറ്റ്
ഇനി മുതൽ ഉപയോഗിക്കരുത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ ഈ ഇടയുന്ന ആനകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്ത് സംവിധാനമാണ് വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാതെ ഈ ക്യാപ്ചർ ബെൽറ്റ് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആനകൾ ഇടഞ്ഞുണ്ടാകുന്ന അപകടം വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇത്രയും കാലം ഈ അപകടം ഇല്ലാതെ വന്നത് ഈ ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിച്ച് ആനയെ തളയ്ക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് ഇത് മാത്രമാണ്. വിവാദമായതോടെ നിബന്ധനകളിൽ മാറ്റം വരുത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ആശങ്കയുയർത്തുന്ന നിർദ്ദേശങ്ങൾ പിൻവലിക്കുമെന്നും പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രനും പറഞ്ഞു. വനംവകുപ്പ് ഉത്തരവ് തിരുത്തിയിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ. രാജനും പ്രതികരിച്ചു. ഒരു പുതിയ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഉത്സവ പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടത്തുന്നതിനും വന്യമൃഗങ്ങളെ നാട്ടാനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയ്ക്കും വഴിയില്ല. നേരത്തെ ഫോറസ്റ്റ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലറിൽ ചില പ്രശ്നങ്ങളും സാങ്കേതികമായിട്ടുള്ള ചില പ്രയാസങ്ങളും ഉണ്ട് എന്ന കാര്യം പൊതുവിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നലെ ഉത്തരവിറങ്ങിയതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഭാരവാഹികളെല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിലെ വനം വകുപ്പ് മന്ത്രിയായും കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുമായും ഈ വിഷയത്തിൽ നേരിട്ട് തന്നെ സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരാശങ്കയ്ക്കും ഇടയില്ല എന്ന കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്നു മാത്രമല്ല, വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സർക്കുലറിലെ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ തൃശൂർ പൂരത്തിന്റെ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശോധന നടത്തി നമുക്ക് വേണ്ട വിധത്തിൽ അതിനെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പുറത്തിറക്കാൻ സാധിക്കും. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിലുള്ള കുടമാറ്റത്തിന്റെ വ്യത്യാസം 110 മീറ്റർ മാത്രമാണ്. അതുകൊണ്ട് പുതിയതായി ഇറക്കപ്പെട്ട ഈ നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള തടസ്സമുണ്ടെങ്കിൽ അക്കാര്യം ഗൗരവമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പൂരത്തിന് അനുകൂലമാകുന്ന വിധത്തിലും സുഗമമായി കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ പൂരം നടത്താൻ കഴിയുന്ന വിധത്തിലും ആവശ്യമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ഹൈക്കോടതി വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ കോടതി 17-ന് തീരുമാനമെടുക്കും. ഇക്കാര്യങ്ങൾ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാനാണ് നിർദ്ദേശം. ഇതിനൊപ്പമാകും സർക്കുലറിൽ ഇളവ് വരുത്തിയുള്ള സർക്കാർ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുക. നവമി ദിനേശുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഈ പൂരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലർ വലിയ വിവാദമായി. അതിനൊടുവിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ പിൻവലിയുന്നു എന്ന സൂചനയാണ് വനംവകുപ്പ് നൽകുന്നത്. 2 മന്ത്രിമാർ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ പൂരം നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണോ? രേണുക, തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് ആനകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യവുമായാണ് ഈ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിലുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. അതെന്തായാലും മന്ത്രിമാരടക്കം അതിന് വഴങ്ങിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ സർക്കുലറിൽ പറയുന്നത് വളരെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ആനകൾ വളരെയധികം ചൂടുള്ള സമയമാണ്. ഈ പൂരങ്ങൾക്കൊക്കെ ആനകളെ കൊണ്ടു നിർത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പല അമ്പലങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ആനകൾ ഇടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ കടുത്ത നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ കർശനമായി പാലിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത്. ഈ ഒരു ഡിവിഷൻ ബെഞ്ച് ആയിരുന്നു, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചായിരുന്നു ഈ ഹർജി ആദ്യമായി പരിഗണിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ ഈ ആന, അതായത് വളരെയധികം ചൂടുള്ള സമയത്താണ് ഈ ആനകളെ കൊണ്ടു നിർത്തുന്നത്. ഇവയെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണം, അവയ്ക്ക് പോകുന്ന വഴികളിലൊക്കെ
നനവ് വേണം. അതോടൊപ്പം ഈ വലിയ ചെണ്ടക്കൊട്ടും അല്ലെങ്കിൽ വാദ്യമേളങ്ങളും അതോടൊപ്പം തന്നെ തീവട്ടിയും ആളുകളുടെ ബഹളമൊക്കെ ആനകൾക്ക് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിശ്ചിത ഒരു പരിധി, അത് 50 മീറ്റർ അകലെ മാത്രമേ ആളുകൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. പാപ്പാനല്ലാതെ മറ്റാരും ആനയെ തൊടാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മദപ്പാടോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ള ആനകളെ ഒന്നും ഇത്തരത്തിൽ കൊണ്ടു നിർത്താൻ പാടില്ല. അങ്ങനെ വളരെ വലിയ ഒരു നിയമം അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിരുന്നു അന്ന് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ഇത് ഹൈക്കോടതി സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി ഇക്കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചത്. ഈ സർക്കുലർ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഈ ആനകളുടെ ആരോഗ്യം സ്ഥിതി മനസ്സിലാക്കാതെയാണ് അവയെ പലപ്പോഴും പൂരങ്ങൾക്ക് കൊണ്ട് നിർത്തുന്നത്. അത് ഈ പൊരി വെയിലത്ത് കൊണ്ട് നിർത്തുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന മദപ്പാട് അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ആളുകളുടെ ജീവന് വരെ അപകടം സംഭവിക്കുന്ന രീതിയിലേക്ക് ആനകൾ പെരുമാറുമ്പോൾ അത് തൃശൂർ പൂരം പോലുള്ള വലിയൊരു ആൾക്കൂട്ടത്തിൽ അതെങ്ങനെയായിരിക്കും അവരെ കൈകാര്യം ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയത്. എന്തായാലും ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതായത് ഈ വലിയ ആഘോഷങ്ങളല്ല, ഇത് പാറമേക്കാവ് തിരുവമ്പാടിയുടേതല്ലാതെ ചെറുപൂരങ്ങളിലടക്കം ആനകൾ വരുന്നുണ്ട്. ഏകദേശം 60-ലധികം ആനകളാണ് എത്തുന്നത്. ഈ 60 ആനകളുടെയും ലിസ്റ്റും പട്ടിക തയ്യാറാക്കണം. അതിനോടൊപ്പം അവരുടെ ആരോഗ്യം സ്ഥിതി വിലയിരുത്തണം. അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വയസ്സായതോ ഗർഭിണിയായതോ അല്ലെങ്കിൽ കാഴ്ചക്കുറവുള്ള ആനകളെ ഒന്നും പൂരത്തിന് കൊണ്ട് നിർത്തരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം കൂടിയുണ്ട്. അതോടൊപ്പം പലപ്പോഴും ഈ ഡോക്ടർമാർ ചെയ്യുന്നത് ഫോണിലൂടെ മാത്രമായിരിക്കും ഈ ആനകളുടെ ഒരു ചികിത്സ നടത്തുന്നത്. അത് പാടില്ല. ഉറപ്പായും ആനകളെ അതിനെ നേരിട്ട് പോയി കണ്ടതിന് ശേഷം മാത്രമേ ആനയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി റിപ്പോർട്ട് സമർപ്പിക്കാവൂ. അതുകൊണ്ട് തന്നെ ഒരു അമിക്കസ് ക്യൂറി ഇതിന് നിയോഗിച്ചിട്ടുണ്ട്. അമിക്കസ് ക്യൂരിയുടെ നേതൃത്വത്തിലായിരിക്കണം ഇടപെടൽ. അത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കണം ഈ ഒരു ആരോഗ്യ പരിശോധന കൂടി നടത്തേണ്ടത്. എങ്ങനെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതി പ്രധാനമായും ഉന്നയിച്ചത്. ഇതിൽ മറ്റൊരു കാര്യം, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കഴിഞ്ഞ വർഷം ഒക്കെ അതിനെ അവസാന നിമിഷത്തിൽ ഉത്സവത്തിനായി എത്തിച്ചിരുന്നു. കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുള്ള ഒരു ആന കൂടിയാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ അതിനെ ഇത്തവണ കൊണ്ട് നിർത്തണോ എന്ന കാര്യത്തിൽ കൂടി ഹൈക്കോടതി 17-ാം തീയതി ആയിരിക്കും അതിലൊരു തീരുമാനം. ആ തീരുമാനങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. നവമി, ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശങ്ങളും നിബന്ധനകളും വന്നിരുന്നത്. കാരണം കനത്ത ചൂടാണ് സംസ്ഥാനത്ത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പൂരത്തിന്. മാത്രവുമല്ല, പലയിടങ്ങളിലുമൊക്കെ ആന ഇടയുന്ന സംഭവങ്ങളൊക്കെ സാധാരണമായിരിക്കുന്നു അല്ലെങ്കിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഈ നിർദ്ദേശങ്ങൾക്ക്. പക്ഷേ പ്രതിഷേധമുയർന്നപ്പോൾ ഇത് പാടെ വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അതോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന വിധത്തിൽ ഇത് പുനഃക്രമീകരിച്ച് നൽകുകയായിരിക്കുമോ ചെയ്യുക അധികൃതർ? മന്ത്രി അടക്കം പറഞ്ഞത് ഈ ഒരു നിർദ്ദേശത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഈ ഇറക്കിയിരിക്കുന്ന സർക്കുലർ മാറ്റം വരുത്തി പുതിയൊരു സർക്കുലർ ആയിരിക്കും ഇനി പുറപ്പെടുവിക്കുക. അതിലിനി ഏത് തരത്തിലുള്ള നിയമങ്ങളായിരിക്കും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കിനി വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ആനയുടെ 50 മീറ്റർ അകലെ മാത്രമേ ആളുകളെ നിർത്താൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശത്തിനെതിരെ ഇതിനോടകം തന്നെ വലിയൊരു പ്രതിഷേധവുമായി ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ മാറ്റി എഴുതാനാണ് സാധ്യത. പക്ഷേ അങ്ങനെയൊക്കെ വന്നാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ ആരായിരിക്കും അതിന് ഉത്തരവാദിത്വം പറയുക എന്നൊരു കാര്യം കൂടിയാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത്. ഒരു ഭാഗത്ത് ആനകൾ നാട്ടിലിറങ്ങി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ ആളുകളുടെ ഉപജീവനമൊക്കെ നശിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ വീണ്ടും ഇത്തരത്തിൽ ആനകൾക്ക് വേണ്ടിയിട്ടുള്ള മറുഭാഗത്തൊരു വലിയ പ്രതിഷേധമൊക്കെ നടത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. രേണുക, എന്തായാലും നിലവിലുള്ള സർക്കുലറിലുള്ള നിർദ്ദേശങ്ങളെല്ലാം മാറ്റി പുതിയൊരു സർക്കുലറുമായിട്ടായിരിക്കും വീണ്ടും എത്തുക. ഇവരുടെ ഒരു പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നിർദ്ദേശങ്ങൾക്ക് മുൻപിൽ സർക്കാർ അടക്കം വഴങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. തൃശൂർ പൂരം പോലുള്ളൊരിടത്ത് ആനകളെ കൊണ്ടു നിർത്തി ആളുകളുടെ ആരവവും ചെണ്ടമേളവും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കനത്ത ചൂടാണ്. ആനകൾക്കൊക്കെ
ആ വിധത്തിൽ മനുഷ്യര് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആനകളൊക്കെ ഇത്തരത്തിൽ ഈ ആനകൾക്കൊക്കെ നനച്ചു കൊടുത്തൊക്കെ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്നതിൽ ഇപ്പോഴും ആശങ്ക തന്നെയാണ് രേണുക. തീർച്ചയായും ഏതായാലും പൂരം അതിൻ്റെ വർണ്ണപ്പൊലിമ ഒട്ടും കുറയാതെ തന്നെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ സുരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇപ്പോൾ എന്തായാലും വലിയ വിവാദമായി ഈ നിർദ്ദേശങ്ങൾ മാറുന്ന ഘട്ടത്തിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് സർക്കാർ പറയുന്നു. അപ്പോൾ പോലും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികളും നിർദ്ദേശങ്ങളും ഉണ്ടാകണം എന്നത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ജസ്നയുടെ അച്ഛൻ്റെ ചില നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം.